ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഹോട്ട് സബ്ജക്റ്റ് ആണ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രങ്ങളിലെല്ലാം വളരെ ലൈവായിട്ട് വരുന്ന ഒരു ന്യൂസാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയിലെ അവിടെ ഇപ്പോ തീവ്രവാദികൾക്ക് വേണ്ടി ഒരു വിഭാഗം സ്റ്റുഡൻസ് പ്രശ്നങ്ങളിലേക്ക് വരികയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം പിടിക്കുക, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ട് തീവ്രവാദികൾക്ക് വേണ്ട അവരുടെ അനുസ്മരണം ചെയ്യുക, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന രീതിയിൽ അവർ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മിസ്യൂസ് ചെയ്യുന്ന ന്യൂസ് വളരെ ലൈവായിട്ട് കേൾക്കുന്നു. ഇതോടൊപ്പം തന്നെ മറ്റൊരു ന്യൂസും കൂടെ നമ്മൾ സ്ഥിരമായി പത്രത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ സിയാച്ചിലെ മഞ്ഞുവീഴ്ചയിൽ എത്രയോ ജവാന്മാർ മരിച്ചുവെച്ച് നമ്മുടെ മലയാളിയായിട്ടുള്ള സുഹൃത്തടക്കമുള്ള ഹനുമന്തപ്പ പോലുള്ള ആളുകളുടെ മരണത്തെക്കുറിച്ചിട്ടുള്ള ന്യൂസും നമ്മൾ വായിക്കുന്നുണ്ട്. മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ തങ്ങൾ തന്റെ അഭിപ്രായം പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. അതായത് ഇതിലെ ഒരു മനഃശാസ്ത്ര വശം എന്താണെന്നാണ് ഞാൻ കൂടുതൽ ആലോചിക്കുന്നത്. എവിടെയെല്ലാം ഇതുപോലുണ്ട്. ഇപ്പോ ഹൈദരാബാദ് ആയാലും അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലായാലും ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ എപ്പോഴും ഇതിനെയൊക്കെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ചില ലെക്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് 15നും 26 വയസ്സിന്റെ ഇടയിലുള്ളവരാണ് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ ഒരു വിഷയം വരുമ്പോൾ ഇവരൊക്കെ എന്താണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു വലിയൊരു പ്രശ്നമാണെന്ന് തന്നെ ആണ് എന്റെ ഒരു അഭിപ്രായം. കാരണം കണ്ട വിദേശീയർ എഴുതിയ കഥയും കവിതയൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യയോട് യാതൊരു സ്നേഹവും ഇല്ല എന്നതാണ് സത്യം. ഇന്ത്യക്കാരെഴുതിയ കഥയായാലും അത് അവരുടെ കവിതകളായാലും അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരോഗതി ഏത് കാര്യത്തിനായാലും, ഈവൻ ഇപ്പൊ കൊങ്കൺ റെയിൽവേ, മെട്രോ റെയിൽ ഒരു പുരോഗതിയല്ലേ. പിന്നെ മംഗളയാൻ ഒരു ഓട്ടോ കാശിന് നമുക്ക് ഇത്രയും വലിയൊരു സംഭവം നമുക്ക് ചൊവ്വയിലെത്തിക്കാൻ സാധിച്ചു. ഇതുപോലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇന്ത്യയുടെ പുരോഗതിയായിട്ട് നമ്മൾ കാണിക്കേണ്ടത്. അതിന് പകരം കണ്ട വിദേശീയരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് മീഡിയവും മറ്റെല്ലാം കൂടുതൽ കൊടുത്ത് ആളുകൾക്ക് ഇന്ത്യ എന്ന രാജ്യത്തോട് യാതൊരു ഇഷ്ടവും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരികയുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ വിദ്യാഭ്യാസം ഒന്ന് മാറ്റിപ്പിടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഇപ്പോ ഹൈദരാബാദ് ആയാലും അല്ലെങ്കിൽ ഡൽഹിയിലായാലും നടക്കുന്ന കാര്യം എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും നടക്കാവുന്നതേ ഉള്ളൂ. ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ പ്രധാനമായിട്ടും ഇങ്ങനെ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ട്. അതാരാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഏത് സ്കൂളിൽ ഈവൻ സ്കൂൾ വരെയുള്ള സ്ഥലങ്ങളിൽ ഈ കഞ്ചാവ്, മയക്കുമരുന്ന് ഇതെല്ലാം കറക്റ്റായിട്ട് കുട്ടികളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എങ്ങനെ ഈ തീവ്രവാദം കുത്തിവെക്കുന്ന ആളുകൾ ആരാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അധികം യുവാക്കളെ ആളുകളെ തീവ്രവാദത്തിലേക്ക് അവർ കൊണ്ടുവരുന്നതിന്റെ അവരുപയോഗിക്കുന്ന ഘടകങ്ങൾ ഒന്ന് കഞ്ചാവ്, മയക്കുമരുന്ന്, അതേപോലെ തന്നെ മദ്യം, പിന്നെ സെക്സ് റാക്കറ്റ്, പല വിഷയങ്ങളിലും നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഒരു പെൺവാണിഭ ബാക്ക്ഗ്രൗണ്ട് ഈ കഥയിൽ എപ്പോഴും പിന്നെ പണമാണ് അവർ ഉപയോഗിക്കുന്ന മറ്റൊരു തരത്തിൽ. ചിലപ്പോൾ ഈ പണക്കാരായ മക്കളെപ്പോലും അവരുടെ വീട്ടിൽ നിന്ന് വരുന്ന മക്കളെപ്പോലും ഈ പണം അവർക്ക് പോക്കറ്റ് മണി കൂടുതലായി നൽകിക്കൊണ്ടാണ് വരുന്നത്. പലരും സ്വഭാവത്തോടെ അല്ല ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നത്. കാരണം ചിലർ നിർബന്ധിക്കപ്പെട്ടു പോകുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള വിഷയങ്ങളെ മൊത്തം കേരളം അടക്കമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും നമ്മളെ ഇന്റലിജൻസ് വിഭാഗം ഒന്ന് കറക്റ്റായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ എങ്ങനെയാണ് തീവ്രവാദികൾ കയ്യിലെടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഇനി പുറമേ നിന്നുള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് തീവ്രവാദികൾ ആളെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മുൻകാലങ്ങളിലെ പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഈ തീരെ ദരിദ്രരായിട്ടുള്ള ആളുകളെ അതാണ്. അപ്പോൾ അവർക്ക് ജോലിയില്ല, അല്ലെങ്കിൽ അവർ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു, ഇത്തരം ആളുകളെ പണമോ എന്തെങ്കിലുമൊക്കെ നൽകി അവരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരുന്നു. രണ്ടാമത് വളരെ താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ എന്നുള്ള രീതിയിൽ മേൽജാതിക്കാരെ എവിടെയെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ വളരെ ഊതി വീർപ്പിച്ച് അത് വലിയൊരു സംഭവമാക്കി മാറ്റി എന്നിട്ട് ഒരു വിഭാഗം താഴ്ന്ന ജാതിക്കാരുടെ കൂടെയാണ് തങ്ങൾ എന്നൊക്കെ വരുത്തി തീർക്കുവാൻ വേണ്ടി ചില ഇഷ്യൂസ് ഉണ്ടാക്കി അതൊക്കെ അവരെ തങ്ങളെ കൂടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പിന്നെ ഈ പെൺവാണിഭ സംബന്ധമായിട്ടുള്ള കുറച്ച് സംഭവം. അപ്പൊ ഇതൊക്കെയാണ് താരതമ്യേന അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിനും ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചെയ്യാനുണ്ട് എന്റെ അഭിപ്രായത്തിൽ. ഇപ്പൊ ശരിക്കും തൊഴിലില്ലായ്മ പ്രശ്നം അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ദാരിദ്ര്യം
അനുഭവിക്കുന്ന പ്രശ്നം. ഇതിനൊക്കെ കുറയ്ക്കാൻ വേണ്ട നടപടികൾ ഗവൺമെന്റ് ചെയ്യണം. കാരണം ഈ എന്തിനേയും അവർ മുതലെടുക്കുന്നത് നമ്മൾ വരുത്തുന്ന നിസ്സാരമായിട്ടുള്ള തെറ്റുകളെയാണ് അവർ പലപ്പോഴും മുതലെടുത്ത് കാണുന്നത്. നമ്മൾ വരുത്തുന്ന നിസ്സാരമായ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഹ്യൂമൻ റൈറ്റ്സ് കട്ടായി പോകുന്നുണ്ടോ അത് ഉപയോഗിച്ച് അതിനെ പ്രൊജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. തീവ്രവാദികൾക്ക് വേണ്ടി അനുസ്മരണം നടത്തുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, നാളെ നിങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിക്കേണ്ടത് ഇവിടുത്തെ മിലിറ്ററിക്കാരും ഇവിടുത്തെ പോലീസുകാരുമാണ്. അല്ലാതെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവരൊരിക്കലും നിങ്ങൾ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അവരിവിടുത്തെ പാവങ്ങളുടെയോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാളുടെയോ ഒക്കെ ഞങ്ങളാണ് അവരെയൊക്കെ സഹായിക്കാൻ പോകുന്നതെന്ന് വെറുതെ വരുത്തി തീർക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്ത്യക്കാർ തന്നെ നിങ്ങളെ സഹായിക്കാനുണ്ട്. ഇവിടുത്തെ ഉപ്പും ചോറും തന്ന് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തെങ്കിലും ഒരിക്കൽ പറയുന്ന ഏതെങ്കിലും തീവ്രവാദി നിങ്ങളെ വെടിവെക്കാൻ വരികയാണെങ്കിൽ അതിൽ ജാതി മതം നോക്കിയിട്ടൊന്നല്ല വെടിവെക്കുന്നത്. അവരെ സംബന്ധിച്ചോളം ഇന്ത്യക്കാരൻ മുഴുവൻ ഒരു ഒറ്റ സ്ട്രെച്ചിലാണ് കാണുന്നത്. അതുകൊണ്ട് ഏത് ഇന്ത്യക്കാരനെ കിട്ടിയാലും അവർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ടു ലിവ് ആൻഡ് ടു ലെറ്റ് ലിവ് എന്നാണ്. ജീവിക്കുകയും മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്ത് കണ്ട തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടൊക്കെ അനുസ്മരണം നടത്തുന്നവനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നടക്കുന്ന ഏത് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാം. അതേസമയം മെൻസറിയ ക്രിമിനൽസ് മൈൻഡ്, എന്ത് നശിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ചിന്തയാണ് ക്രിമിനൽസ് മൈൻഡ്, മെൻസറിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒന്നിനെ എങ്ങനെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കണക്കാക്കാൻ പറ്റും? നമ്മളിപ്പോ 10 പേര് ചേർന്ന് ഒരാളെ കൊല്ലുക, അത് ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇത് ശരിക്കും ചെയ്യുന്ന വെച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഭരണഘടനയിലെ ഒരു നിയമത്തെ നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഇതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് വരാനുണ്ട്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. ആ സ്വാതന്ത്ര്യത്തിൽ ഇതിനെ ഓരോരുത്തരും മിസ്യൂസ് ചെയ്യുമ്പോൾ അവസാനം നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കൊരു അഭിപ്രായം പറയാനുള്ള ഇതുകൂടെ നമ്മളുടെ ഭരണകർത്താക്കൾ ഒഴിവാക്കുമെന്നാണ് ഞാൻ പേടിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരുപാട് ആളുകൾ അതിനെ മിസ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. കഴിയുന്നതും ഇതുപോലുള്ള ആളുകളെ ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യരുത്. കാരണം നമ്മൾ മനസ്സിലാക്കുക, നാളെ ഇതുപോലുള്ള ആളുകൾ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പോൾ പാർലമെന്റോ നിയമസഭയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് കുറെ ആളുകളെ ഉന്നയിച്ചു കൊണ്ടുവരുന്നത് ചെയ്താൽ അപ്പൊ കറക്റ്റായിട്ട് നമ്മുടെ ഇന്റലിജൻസിനെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവര് ഇന്ന് ഇതിനെ പിറകിൽ നിൽക്കുന്ന ആളുകൾ മുമ്പ് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയവരാണ് എന്ന് പറയുമ്പോൾ ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നവരാൽ അന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട ഗതികേടുണ്ടാവും. ഇപ്പോ തീവ്രവാദികൾക്ക് വേണ്ടി അവരുടെ വിവരക്കുറവ് കൊണ്ടോ അവരിപ്പോ നമ്മൾ പിടിച്ചിരിക്കുന്ന ആളുകളെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരല്ല ശരിക്കും, അവരെ കൊണ്ട് ചില ആളുകൾ ചെയ്യിപ്പിക്കുന്നതാണ്. അതിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ശരിക്കും കൊണ്ടുവരേണ്ടത്. എപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് ചേഞ്ചസ് വരേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു കാര്യം, ഞാൻ മുമ്പ് ഡിഗ്രി ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിരുന്ന സമയത്ത് എന്റെ ക്ലാസ്സിലെ ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ റെയിൽവേയും ഒക്കെ വന്നത് യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഇതൊന്നും കിട്ടുമായിരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം പഠിക്കുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്ററിയാണ്, ബ്രിട്ടീഷുകാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതേസമയം അപ്പൊ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്, ഇപ്പൊ ഇവിടെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണാണ്, കമ്പ്യൂട്ടർ, ഇതൊന്നും ഇന്ത്യക്കാർ കണ്ടുപിടിച്ചൊന്നുമല്ല. അപ്പൊ അതൊന്നും ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ ലൈവല്ലേ. അപ്പൊ അതെങ്ങനെ സംഭവിച്ചു? അപ്പൊ ആൾക്ക് ഉത്തരവില്ല. ഞാൻ പറഞ്ഞു, ഏത് കണ്ടുപിടുത്തമായാലും അത് ലോകത്തിന്റെ എവിടെ സംഭവിച്ചാലും അത് എല്ലാ രാജ്യങ്ങളിലും അതിന്റെ ഗുണം കിട്ടുന്നു എന്നാണ് സത്യം. അല്ലാതെ ബ്രിട്ടീഷുകാർ കുറെ കാലം ഇന്ത്യക്കാരെ അടിമകളാക്കി ഭരിച്ചു എന്നതുകൊണ്ടല്ല ഇവിടെ റെയിൽവേയോ മറ്റെന്തെങ്കിലും പുരോഗതി ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം നമുക്ക് ഒരു പുരോഗതി ഉണ്ടാവാൻ പാടുന്നതായിരുന്നു. പിന്നെ നമ്മളും അത്ര മോശക്കാരൊന്നുമില്ല. ഇപ്പൊ നമ്മള് മംഗളയാൻ പോലത്തെ കാര്യങ്ങൾ വെറും ഓട്ടോക്കൂലിക്കാണ് നമ്മൾ അവിടെ ചൊവ്വയിൽ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളും ചെയ്തിട്ടുണ്ട്. അത് നമ്മളത്ര മോശമൊന്നുമില്ല. പക്ഷെ ഇതിൽ പ്രശ്നം നമ്മളുടെ വിദ്യാഭ്യാസം എന്നും ഇതുപോലുള്ള ഇന്ത്യയുടെ നേട്ടങ്ങളെ കുറിച്ച് പറയാനല്ല നമ്മൾ ശ്രമിച്ചത്. കടുത്ത സാമ്പത്തിക വിരോധം ഇന്ത്യക്കെതിരെ ഉണ്ടായ സമയത്ത് പോലും ഇന്ത്യ അതിനെ മറികടന്നു. അത് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. ഇപ്പൊ സാമ്പത്തിക മാന്ദ്യം എങ്ങനെ നമ്മൾ കവർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇന്ത്യയോട് കുറച്ചുകൂടി സ്നേഹം ഉണ്ടാവും. ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ശക്തമായ പൊളിച്ചെഴുത്തുകൾ വേണം. അല്ലെങ്കിൽ ഇനിയും ഇതേപോലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്നവരൊക്കെ തോക്കും വിഷയങ്ങളും എടുത്ത് ഇന്ത്യക്കെതിരെ സംസാരിക്കാൻ തുടങ്ങും. ഇതിന്റെ മറുവശം കൂടെ പറയാം. നമ്മുടെ അടുത്ത പാകിസ്ഥാനിൽ ഇന്ത്യയും ക്രിക്കറ്റ് ടീമിലെ ഒരു അംഗത്തെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അദ്ദേഹം നല്ല രീതിയിൽ ഒരു കളി കളിച്ചപ്പോൾ ഇന്ത്യൻ പതാക ഒന്ന് ഉയർത്തി എന്ന പേരിൽ അദ്ദേഹത്തിന് 10 വർഷത്തെ തടവാണ് നൽകിയത്. നമ്മളിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരെന്ന് അറിഞ്ഞിരിക്കുന്നതാണ്. ഒരു ഇന്ത്യൻ കളിക്കാരനെ സപ്പോർട്ട് ചെയ്തു എന്ന പേരിൽ അവിടുത്തെ ഒരു സാധാരണ പൗരന് 10 വർഷത്തെ തടവാണ് ലഭിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ആലോചിക്കുന്നത്, ഇവിടെ ഇപ്പോൾ ഓരോ തവണയും ഫുട്ബോൾ മത്സരങ്ങൾ വരുന്ന സമയത്ത്
അർജന്റീനയും ബ്രസീലും ഇംഗ്ലണ്ടും അടക്കമുള്ള മറ്റുള്ള രാജ്യക്കാരുടെ പതാക ഏന്തിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഫുട്ബോൾ ഫാൻസുകാരും നടക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ 50% ഫുട്ബോൾ ഫാൻസുകാരും നമ്മൾ ഇതിൽ അടക്കേണ്ടി വരും. പാകിസ്ഥാന്റെ ലീഗ് വെച്ച് നോക്കുകയാണ്. അപ്പൊ അതൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇട്ടുകൊടുക്കുന്നതാണ്. അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ദയവ് ചെയ്ത് മിസ്യൂസ് ചെയ്യരുതെന്നും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണമെന്നും എനിക്ക് പറയാനുണ്ട്. മാത്രമല്ല, 1-2 യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങളെ മാത്രം വെച്ചിട്ട് നോക്കാതെ ഇത് ഏത് നിമിഷം ഇതൊരു ബോംബായി തീർക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് ടോട്ടൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആവണം. പിന്നെ മറ്റുള്ള രാജ്യക്കാർ ഇതിനെ എങ്ങനെ കാണുന്നു കൂടെ നമ്മൾ കാണണം. മുമ്പ് ഡൽഹിയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അത് വളരെ വലിയ ന്യൂസായി. ഇന്ത്യ എന്ന് പറയുന്ന തീരെ സ്ത്രീകൾക്ക് നടക്കാനിരിക്കാൻ പറ്റാത്ത സ്ഥലമാണെന്ന രീതിയിലാണ് മറ്റുള്ള രാജ്യക്കാർ അതിനെ അവർ ചർച്ചയായിട്ട് എടുത്തിരുന്നത്. അതായത് അവരെന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുവാൻ കളിക്കാൻ. അപ്പൊ നമ്മൾ ഇതുപോലുള്ള വിഷയങ്ങൾ ഇട്ട് കൊടുക്കരുത്. കാരണം അവരതിന് വേറെ രീതിയിലാണ് മാറ്റാൻ. അതുകൊണ്ട് നമ്മളുടെ യഥാർത്ഥ ഹീറോ ആരാണെന്നല്ല നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ആലോചിക്കണം. അതിർത്തിയിൽ നമുക്ക് വേണ്ടി മരിക്കുന്ന, ജീവൻ ബലി കൊടുക്കുന്ന അവർക്ക് വേണ്ടിയാണ് നമ്മുടെ അനുസ്മരണം നടത്തേണ്ടത്. ഞങ്ങളുടെ കണ്ട തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടല്ല.